ഏറ്റവും രസകരമായ മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് നടത്തുന്നത് എന്നുള്ളതാണ്. LDF ഒരിടത്തും വരുന്നില്ല എന്നുള്ളതും കാണാം. പൊന്നാനിയിൽ ഒരു ഘട്ടത്തിൽ LDF ലീഡ് ഉണ്ട്, പക്ഷേ മറ്റ് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും UDF ലീഡ് നിലനിർത്തുകയാണ് മലപ്പുറം ജില്ലയിൽ. ശരി, എന്തായാലും 55-6 എന്നാണ് ഇപ്പോഴത്തെ നില. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ 11 വോട്ടിൽ ലീഡ് ചെയ്യുന്നു എന്ന് കാണാം. കൊയിലാണ്ടിയിൽ UDF 35 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. പേരാമ്പ്രയിൽ 10 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ബാലുശ്ശേരിയിൽ 56 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ബാലുശ്ശേരിയിൽ ലീഡ് ചെയ്യുന്നു. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. കോഴിക്കോട് സൗത്ത് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്ത് ലീഡ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. പൊന്നാനിയിൽ LDF ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ പൊന്നാനി UDF പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു സ്ഥലമായിരുന്നു, പക്ഷേ അവിടെ LDF ആണ് ലീഡ് ചെയ്യുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നത് പോസ്റ്റൽ ബാലറ്റ് ഫലങ്ങളാണ്. ഫാത്തിമ തഹലിയ 10 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. ഷൊർണൂരിൽ 16 വോട്ടിന് LDF ലീഡ് ചെയ്യുന്നു. മലമ്പുഴയിലും തരൂരിലും ലീഡ് ചെയ്യുന്നത് LDF ആണ്. ഇപ്പോൾ 56 വോട്ടിന് സീറ്റുകൾ ലീഡ് ചെയ്യുന്നത് LDF ആണ്. വിജിൻ, BJP ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മണ്ഡലം ഏതൊക്കെയാണ്? നിലവിൽ തിരുവനന്തപുരത്ത് നിയമം മാത്രമാണ് BJP ലീഡ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഫലസൂചനകൾ പുറത്തു വന്ന ഘട്ടത്തിൽ വട്ടിയൂർക്കാവും ഒപ്പം തന്നെ കഴക്കൂട്ടത്തും BJP ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 78 വോട്ട് വരെ നേമത്ത് BJP വോട്ട് ഉയർത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് കുറഞ്ഞ 15ലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം മാറി EVM-ലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായ നിലയിലുള്ള കണക്കുകളിലേക്ക് മാറും എന്നുള്ളതാണ്. എന്തായാലും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും കൂടി BJP പ്രതീക്ഷിച്ച മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും നിലവിൽ BJP ലീഡ് ചെയ്യുന്നില്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമത്ത് ഇപ്പോഴും BJP ലീഡ് ചെയ്യുകയാണ്. ശരി, 56-55 എന്നുള്ളതിൽ ഇഞ്ചോടിഞ്ച് 56-56 എന്നുള്ളതിൽ ഇഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ LDF UDF തമ്മിലുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ NDA വളരെ ഗണ്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 6 NDA മുന്നിലാണ്, 56 LDF, 57 UDF എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് പോസ്റ്റൽ ബാലറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി നമുക്കറിയേണ്ടത് EVM തുറക്കുമ്പോൾ ഈ ലീഡ് നില എങ്ങനെ മാറിമറിയുമെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, പോസ്റ്റൽ ബാലറ്റിൽ സാധാരണ നിലയ്ക്ക് LDF മേൽക്കൈ ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും ആ മേൽക്കൈ ഇപ്പോൾ കാണുന്നില്ല. ആ മേൽക്കൈ ഇഞ്ചോടിഞ്ചാക്കാൻ UDF കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫലം ഇനിയും പുറത്തു വരാം എന്നാണ്. പോസ്റ്റൽ ബാലറ്റിൽ ഇടിച്ചു നിൽക്കുന്നു UDF എന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. ഇത് കേരളത്തിന്റെ ആകമാന ഒരു ട്രെൻഡായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ പോസ്റ്റൽ ബാലറ്റിൽ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ, ഒരു എഡ്ജ് എടുക്കാൻ അങ്ങനെ പൂർണ്ണമായും LDF കഴിയുന്നില്ല എന്ന് കാണുക. ഇടിച്ചു നിൽക്കുന്നുണ്ട് UDF എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇനി പെട്ടി പൊട്ടിക്കുമ്പോൾ വരാൻ പോകുന്നത് എന്താണ്? ഇടയ്ക്ക് താഴെ കൂടി നോക്കണം. താഴെ അവിടെ 38 സീറ്റിലെ